Good afternoon, all. Good afternoon, madam. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, class നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. Then കുറച്ചുകൂടി ക്ലാസ്സിൽ കയറാറുണ്ടെന്ന് തോന്നണം അല്ലെ, ലേറ്റ് ആയിട്ടാണ് തോന്നുന്നു. ഓക്കെ, എങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. സ്റ്റാർട്ട് ചെയ്തു അതിൽ എനിക്ക് തോന്നുന്നു ഓട്ടോക്ലേവ് എത്ര ഡിസ്പോസൽ മെത്തേഡ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഡിസ്പോസൽ നമ്മൾ എടുത്തില്ലേ? ഓക്കെ, രണ്ടാമത്തത് ഓട്ടോക്ലേവിംഗ് കംപ്ലീറ്റ് ചെയ്തു. ഓട്ടോക്ലേവിംഗ് വരെയാണ് എടുത്തത്. ഓക്കെ ഓക്കെ, ദെൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ, ഇൻസിനറേഷൻ ടെക്നോളജിയും ദെൻ ഓട്ടോക്ലേവിംഗ് ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാം, അപ്പോഴേക്കും ബാക്കി ക്ലാസ്സിൽ കയറാനുള്ളവരൊക്കെ മീൻസ് വന്നോളും. അപ്പോഴേക്കും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വായിച്ചു നോക്കാം കേട്ടോ. ഏത് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ തന്നെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. നോക്കാം, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ തന്നെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. അതില് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ വരെയാണ് ലാസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇൻസിനറേഷൻ ടെക്നോളജിയും ഓട്ടോക്ലേവിംഗും വായിച്ചു നോക്കാം. റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, നോക്കാം കേട്ടോ. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ മാലിന്യങ്ങളിലേക്ക് ഏതെല്ലാം രീതിയിലാണ് നമുക്ക് അതിനെ ഡിസ്പോസൽ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഓരോ മെത്തേഡ്സുകളാണ് പഠിക്കേണ്ടത്. നമ്മൾ പറഞ്ഞ ഒരു ടേബിൾ നമുക്കുണ്ട്. സോ ഈ മെത്തേഡ് രീതികൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ടേബിളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ടേബിളിൽ വരുമ്പോൾ നമ്മുടെ ഡിസ്പോസൽ മെത്തേഡ് വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ഡിസ്പോസൽ മെത്തേഡ് ആണെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ടേബിൾ പിന്നീട് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ടീച്ചർ ആദ്യം ഡിസ്പോസൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോ അതില് ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞത് ഇൻസിനറേഷൻ ടെക്നോളജി. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദഹിപ്പിക്കുക അല്ലെങ്കിൽ ബ്യൂരിയൽ കത്തിക്കുക എന്നൊക്കെ ഉള്ള മീനിങ് ആണ്. This is a high temperature thermal process that involves burning of waste under controlled condition for changing them into inert material. Then and gases. അതായത് നമുക്കറിയാം ഇപ്പോ നമ്മൾ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങളെ കത്തിക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ ഈ മാലിന്യങ്ങൾ കത്തിച്ച് കഴിയുമ്പോൾ അതൊരു ഇനേർട്ട് മെറ്റീരിയൽ ആയിട്ട് മാറുന്നത്. അതായത് ഒരു നമ്മളിപ്പോ വേസ്റ്റുകൾ കത്തിച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറും ലാസ്റ്റ്? അതുപോലെ തന്നെയാണോ കത്തി കഴിയുമ്പോൾ നിൽക്കുന്നത്? നമ്മൾ ഒരുപാട് വേസ്റ്റുകൾ ഇതിനെ കൊന്നുകൂടി കത്തിച്ചു. കത്തിക്കഴിയുമ്പോൾ അത് ഏത് ഫോമിലോട്ടായിരിക്കും? നമ്മൾ സെയിം കത്തിച്ച് അതുപോലെ തന്നെയായിരിക്കും കത്തി കഴിയുമ്പോൾ വരുന്നത് ആണോ? ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചവറും അല്ലെങ്കിൽ എന്താ ചപ്പുംചില്ലിയ വേസ്റ്റുകൾ കത്തിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് എല്ലാം കത്തി കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നത്? ചാരമായിട്ട് മാറും അല്ലെ? ഒരു ചെറിയൊരു ഭാഗം ചാരം മാത്രമായിട്ട് മാറുന്നു. അതാണ് അവിടെ പറയുന്നത്. ഹൈ ടെമ്പറേച്ചർ പ്രോസസ് ആണ്. ഉയർന്ന താപനിലയിൽ നമ്മൾ വേസ്റ്റുകളേക്ക് മറ്റും കത്തിക്കുന്ന ഒരു പ്രോസസ് ആണ്. ബേൺ ചെയ്യുന്നു. ദെൻ അത് കത്തിച്ചു കഴിയുമ്പോൾ അത് ചേഞ്ച് ആയി മാറ്റി അതൊരു ചാരം ആ ഒരു ഇനേർട്ട് മെറ്റീരിയലിലോട്ട് ആയിട്ട് മാറുന്നു. Then incineration can be either oil fired or powered by electricity or a combination. അപ്പോ ഈ കത്തിക്കുന്ന ഒരു പ്രവർത്തനം നമുക്കിപ്പോ ഇലക്ട്രിക്കലായിട്ട് കത്തിക്കാം അല്ലെ? ഇപ്പൊ നമ്മള് മരണശേഷമൊക്കെ നമ്മൾ ഇലക്ട്രിക്കലായിട്ടല്ലേ ദഹിപ്പിക്കുന്നത്? ഈ ഇലക്ട്രിക്കലായിട്ടുണ്ട്. അതുപോലെയുള്ള ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുണ്ട്. ഇതുപോലെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു വേസ്റ്റ് മാലിന്യങ്ങളെ ഇപ്പൊ ഓഡിറ്റോറിയത്തിലും മറ്റുമൊക്കെ ഇതുപോലെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മറ്റും വേസ്റ്റ് കത്തിക്കുന്ന ആ ഒരു പ്രോസസ് ഒക്കെ ഉണ്ട് അല്ലെ? അപ്പോ അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് മീൻസ് കത്തിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഇൻസിനറേഷൻ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് it can lessen the volume of solid waste to 30% of the original volume. അല്ലെ? അതായത് നമ്മൾ കത്തിക്കുന്ന ഒറിജിനൽ മാലിന്യങ്ങൾ എത്രയാണോ സോളിഡ് ആയിട്ടുള്ള കട്ടിയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് അതിന്റെ ഒരു 30% മാത്രമാക്കി മാറ്റുന്നത്. അതായത് എല്ലാം കത്തിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 30% ഒരു ചാരം മാത്രമായിട്ട് മാറുന്നത്. ഓക്കെ,
അതാണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇൻസിനറേഷൻ ബ്യൂരിയയിൽ ദഹിപ്പിക്കുക അല്ലെങ്കിൽ കത്തിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ. Then next one പറഞ്ഞത് ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെറിലൈസ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സ് കണ്ടിട്ടുണ്ടോ? സ്റ്റെറിലൈസിങ് സെയിം ആ ഒരു പ്രോസസ് തന്നെയാണ് ഈ ഓട്ടോക്ലേവിംഗ് എന്ന് പറയുന്നത്. നോക്കാം. The process use steam at a high temperature. High temperatureലാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. It has been suggested for microbiology and biotechnology based. അതായത് സൂക്ഷ്മജീവികളെയും അതുപോലെ തന്നെ ഇപ്പൊ ലബോറട്ടറി അതുപോലെ ബയോടെക്നോളജി വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നത്. ഷാർപ്പ് വേസ്റ്റ്, ഡേർട്ടി ആൻഡ് സോളിഡ് വേസ്റ്റ്. ഷാർപ്പ് ആയിട്ടുള്ള ഇപ്പൊ നീഡിലോ അങ്ങനെയുള്ള സിറഞ്ച് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നു. ഓട്ടോക്ലേവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഇൻഫെക്ഷൻ ഒക്കെ കളയും അല്ലെ. ഓട്ടോക്ലേവ് ചെയ്യുന്നത് എന്തിനാണ്? ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നത്. ഈ ഓട്ടോക്ലേവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ഡിസിൻഫെക്റ്റിംഗ് ആക്കുമല്ലോ. ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അതിന് നമുക്ക് ലാൻഡ് ഫില്ല് ചെയ്യാം, നിലം പൊത്താം, മണ്ണിൽ കുഴിച്ചു കൂടെയൊക്കെ ചെയ്യാന്ന്. ഓട്ടോക്ലേവ് ചെയ്തതിന് ശേഷം അപ്പോ ഇൻഫെക്ഷൻ ഒന്നും ഇല്ല, അസുഖങ്ങളൊന്നും സ്പ്രെഡ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഓട്ടോക്ലേവിംഗ് പ്രോസസ്. ഓക്കെ. മൂന്നാമത്തേതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മൈക്രോവേവ് ഇറാഡിയേഷൻ. മൈക്രോവേവ് ഇറിഡിയേഷൻ നോക്കാം. The microwave is based on the principle of generation of high frequency waves. ഉയർന്ന ഫ്രീക്വൻസി വേവ്സിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ മൈക്രോവേവ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോ ഓവൻ ഉണ്ട് ഇല്ലേ? ഉണ്ടോ? എത്ര പേരുടെ വീട്ടിലുണ്ട്? കുറച്ച് പേരുടെ വീട്ടിലൊക്കെ കാണുമല്ലോ. എങ്ങനെയാണ് അതിൽ പ്രോസസ് നടക്കുന്നത്? എങ്ങനെയാണ് മൈക്രോവേവ്? ആരും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഓവനില്ലേ, നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ കുക്കിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലെ. അപ്പോ അവിടെ എങ്ങനെയാണ് പ്രോസസ് നടക്കുന്നത്? ആർക്കും അറിയില്ല? നോക്കാം. These waves cause the particles with the waste material to tremble. Tremble എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ട്രെമ്പിൾ ചെയ്യാന്ന് വെച്ചാൽ വിറയ്ക്കുക. അതായത് വെസൽ ഇങ്ങനെ പാത്രം ഇങ്ങനെ ട്രെമ്പിൾ ചെയ്തിട്ടാണ് അവിടെ പ്രോസസ് ചെയ്യുന്നത്. സോ ഈ ട്രെമ്പിൾ ചെയ്യുന്ന ടൈമില്ല, അതായത് ട്രെമ്പിൾ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വൈബ്രേഷൻ പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ടൈമില് എന്താണ്? വളരെ ചൂടും നമുക്ക് ആവശ്യത്തിനുള്ള ചൂട് കൊടുക്കും. ട്രെമ്പിൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള പാർട്ടിക്കിൾസ്, ചെറുകണികകളും അതുപോലെ തന്നെ പാത്തോജൻസ് ഒക്കെ നശിപ്പിക്കപ്പെടുന്നു. ഡിസ്ട്രോയ് ഓൾ പാത്തോജൻസ്. പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗകാരികള് അല്ലെ. ട്രെമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറയ്ക്കുക എന്നുള്ളൊരു മീൻസ്, വിറപ്പിക്കുക എന്നറിയില്ലേ. ഇപ്പൊ പാത്രം ഇങ്ങനെ എടുക്കുന്നത് പ്രഷർ എന്താ പറയാ, വിറയ്ക്കുക എന്നറിയില്ല. ആ വെസലിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് പാത്രം ഇങ്ങനെ ട്രെമ്പിൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അണുക്കളും അതിനുള്ളിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. ഓക്കെ. മൈക്രോവേവ് ഇറിഡേഷൻ. അപ്പോ ഇവിടെ പറയുന്നത് ഉയർന്ന ഫ്രീക്വൻസി തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പാർട്ടിക്സ് അല്ലെ, പാഴ്വസ്തുക്കള്, നമ്മൾ ഈ മാലിന്യങ്ങളിലെ കണികകളെയൊക്കെ ചൂടാക്കിക്കൊണ്ട് അതില് പാത്തോജൻസ്, രോഗകാരികളെ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രോസസ് ആണ് മൈക്രോവേവ് ഇറിഡേഷൻ. ഓക്കെ. ട്രെമ്പിൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെസലാണ് ഈ മൈക്രോവേവിന്റെ ഉള്ളില്. സോ ആ വെസൽ ഇങ്ങനെ ട്രെമ്പിൾ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും, വൈബ്രേഷൻ പോലെയാണ്. സോ ഇങ്ങനെ ട്രെമ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ ആ പാത്തോജൻസ്, രോഗകാരികളും അതിൽ നിന്നും ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു, നശിപ്പിക്കപ്പെടുന്നു. ഓക്കെ. മൈക്രോവേവ് ഇറിഡേഷൻ. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, കെമിക്കൽ മെത്തേഡ്സ്. കെമിക്കൽ മെത്തേഡ്സിൽ മെയിൻ ആയിട്ട് പറയുന്നത് 1% ഓഫ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ, 1% hypochlorite solution can be used. കെമിക്കൽ ഡിസിൻഫെക്ഷൻ 1% നമുക്ക് എന്തെങ്കിലും കെമിക്കൽ ഡിസിൻഫെക്ഷൻ അണുനാശിനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യാന്ന്. ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മൾ ഇപ്പോ ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇടുമല്ലോ. നമ്മള് ക്ലോറിൻ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയുള്ളതാണ് ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻസിൽ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഒന്നില്ലെങ്കിൽ 1% മാത്രം ഉപയോഗിക്കാൻ പാടുള്ളത്. നമ്മൾ ഒരുപാട് ഇടാറുണ്ടോ? ക്ലോറിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ക്ലോറിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? മീൻസ് 2 തുള്ളിയോ 3 തുള്ളിയോ അധികം ഓവറായിട്ട് നമ്മൾ ഉപയോഗിക്കില്ല അല്ലെ. 1% മാത്രം ഉപയോഗിക്കുക. അതാണ് കെമിക്കൽ മെത്തേഡ്സിൽ ചെയ്യാൻ പറ്റുന്നത്. അണുക്കളെ നശിപ്പിക്കാനായിട്ട് 1-2 തുള്ളി നമുക്ക് ഇങ്ങനെയുള്ള കെമിക്കൽ ഇൻഫെക്ട് ഐറ്റംസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ പറയുന്നത് പ്ലാസ്മ പൈറോളിസിസ്. പ്ലാസ്മ പൈറോളിസിസ് കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും അല്ലെ. പ്ലാസ്മ പൈറോളിസിസ് നോക്കാം.
Plasma pyrolysis is an ultra modern technology for safe removal of medical waste. Underline ചെയ്യാം. Plasma pyrolysis എന്ന് പറയുന്നത് ഒരു മോഡേൺ ടെക്നോളജിയാണ് for safe removal of medical waste. മെഡിക്കൽ മാലിന്യങ്ങളെ സുരക്ഷിതമായിട്ട് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മോഡേൺ ടെക്നോളജിയാണ് പ്ലാസ്മ പൈറോളിസിസ് എന്ന് പറയുന്നത്. Then it is an environment friendly. ഇതൊരു environment friendly ആണ്. The plasma pyrolysis process. എങ്ങനെയാണ് plasma pyrolysis process നോക്കാം. The plasma pyrolysis process is the thermal degradation of organic substance in the absence of air, utilizing plasma energy. അതായത് എയറിന്റെ അഭാവത്തോടുകൂടി, absence of air, അവിടെ ഓക്സിജന്റെ ആവശ്യമില്ലാണ്, എയറിന്റെ ആബ്സെൻസോട് കൂടി പ്ലാസ്മ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഓർഗാനിക് സബ്സ്റ്റൻസ് അല്ലെ, അതായത് ജൈവ സബ്സ്റ്റൻസുകൾ മീൻസ് ഓർഗാനിക് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ വിഘടിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്, അണുക്കളേക്ക് നമ്മൾ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ് ആണ് പ്ലാസ്മ പൈറോളിസിസ്. ഈ പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മ എന്താ പ്ലാസ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? പണ്ട് നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഖരം, ദ്രാവകം, വാതകം, അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഫോം ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഓക്കെ, പ്ലാസ്മ പൈറോളിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്, ഓക്സിജന്റെ അഭാവത്തോട് കൂടി പ്ലാസ്മ എനർജി, ഒരു പ്ലാസ്മ ടോർച്ച് ഉണ്ട്. അപ്പൊ ഈ പ്ലാസ്മ എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, വസ്തുക്കളെ, നമ്മൾ ആ മാലിന്യങ്ങളെ നശിപ്പിക്കുന്ന ഒരു പദാർത്ഥങ്ങളുടെ താപനശീകരണം അല്ലെ, നമ്മൾ ആ ഒരു തെർമൽ ഇത് കൊടുത്തിട്ട് വസ്തുക്കളിലെ മാലിന്യങ്ങളേക്ക് എന്ത് ചെയ്യുന്നു, നശിപ്പിച്ചു കളയുന്നു. ഓക്കെ, ഇതാണ് പ്ലാസ്മ പൈറോളിസിസ്. അത്രമാത്രം പഠിക്കാനുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പ്ലാസ്മ എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് അങ്ങനെ ഒന്നും ഇല്ല, നമുക്ക് തന്നിരിക്കുന്നത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് അണ്ടർലൈൻ ചെയ്യാം. മോഡേൺ ടെക്നോളജിയാണ്, സേഫ് ആയിട്ട് റിമൂവൽ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് എക്കോ ഫ്രണ്ട്ലി ടെക്നോളജിയാണ് പ്ലാസ്മ പൈറോളിസിസ്. അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. ഫസ്റ്റ് സെന്റൻസ് എക്കോ ഫ്രണ്ട്ലി ടെക്നോളജിയും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കട്ടോ. ചിലപ്പോ എക്സാമിന് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം അല്ലെ, ഒരു എക്കോ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഏത് മെത്തേഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, ഇനി വായിച്ചു നോക്കാം കേട്ടോ. മൂന്നാമത്തെ ഡിസ്പോസൽ മെത്തേഡ് മൈക്രോവേവ് നോക്കാം, കെമിക്കൽ മെത്തേഡ്സ്, അതുപോലെ നമ്മളിപ്പോ പറഞ്ഞ പ്ലാസ്മ പൈറോളിസിസും നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? നെക്സ്റ്റ് മെത്തേഡ് നോക്കാം, ലാൻഡ് ഡിസ്പോസൽ. ലാൻഡ് ഡിസ്പോസൽ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ വലിച്ചെറിയുന്ന ആ ഒരു ഡിസ്പോസൽ മെത്തേഡ് നോക്കാം. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, ലാൻഡ് ഡിസ്പോസൽ ഇൻക്ലൂഡ് ടു മെത്തേഡ്സ്. രണ്ട് ടൈപ്പ് ഉണ്ട്, വിച്ച് ആർ ഓപ്പൺ ഡംപിംഗ് ആൻഡ് സാനിറ്ററി ലാൻഡ്ഫിൽ. രണ്ട് രീതിയിലാണ് നമ്മൾ ലാൻഡ് ഡിസ്പോസൽ മണ്ണിൽ നിക്ഷേപിക്കുന്നത്. നോക്കാം. അതിലെ ഫസ്റ്റ് വൺ ഓപ്പൺ ഡംപിംഗ് ആണ്. ഓപ്പൺ ഡംപിംഗ് ഈസ് ആൻ അൺസെക്യൂർ മെത്തേഡ്. ഇതൊരു അൺസെക്യൂർ ആയിട്ടുള്ള മെത്തേഡ് ആണ് അല്ലെ, സുരക്ഷിതമായിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? The waste would then be discarded in any open space that may lead to pollution problems. നമ്മൾ ഈ വേസ്റ്റ് മാലിന്യങ്ങളെ ഓപ്പൺ സ്പേസിൽ വലിച്ചെറിയുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഓപ്പൺ ഡംപിംഗ്. ഓക്കെ, നമ്മൾ വേറെ ഒന്നും നോക്കാതെ തന്നെ ഓപ്പൺ ആയിട്ട് ഒരു തുറസായ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ വേസ്റ്റുകളെ നമ്മൾ വലിച്ചെറിയുന്നത്. ദിസ് ലെഡ് ടു പൊല്യൂഷൻ പ്രോബ്ലംസ് അല്ലെ, അങ്ങനെ വേസ്റ്റുകൾ വലിച്ചെറിയുന്നത് മൂലം എന്താ സംഭവിക്കുക?
പൊല്യൂഷൻസ് ഉണ്ടാകും. പൊല്യൂഷൻ പ്രോബ്ലമും അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, അതുപോലെ തന്നെ എൻവയോൺമെന്റിനായിട്ടുണ്ടെങ്കിലും മനുഷ്യനായിട്ടുണ്ടെങ്കിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടൊക്കെ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാകും ഇതുപോലെ റോഡരികിലോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ പറമ്പിലൊക്കെ ഇതുപോലെ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റു പല വേസ്റ്റ് മാലിന്യങ്ങളും റോഡരികിൽ നിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ, എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഇല്ലേ? നമ്മൾ ഇതൊക്കെ ദിനം കാണുന്ന ഒരു കാഴ്ചയല്ലേ, ആണോ? യെസ്. അപ്പൊ ഇതുമൂലം എന്താണ്, നമുക്ക് തന്നെയാണത് ദോഷം ചെയ്യുന്നത് അല്ലെ? പ്രകൃതി പൊല്യൂഷൻ ആക്കുന്നു, അതുപോലെ തന്നെ മനുഷ്യനും അതനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ തന്നെ സ്വയം വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നു. അപ്പൊ അതാണ് ഓപ്പൺ ഡംപിങ്, തുറസായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ വലിച്ചെറിയുന്ന ഒരു പ്രവണത. സെക്കൻഡ് വൺ പറയുന്നത് സാനിറ്ററി ലാൻഡ്ഫിൽസ്. എന്താണ് സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് നോക്കാം. As a secured area is selected away from the population. Secured area എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ആളൊഴിഞ്ഞ പ്രദേശം സെലക്ട് ചെയ്യുന്നത്. അതായത് അവിടെ ജനവാസമൊന്നും ഇല്ലാത്ത ആളൊഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശം, അടുത്ത വീടുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് the dumping is performed in ditches where layer-wise and care is taken so that waste is not exposed to the atmosphere. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, കുഴി കുഴിച്ചിട്ട് നമ്മൾ അവിടെ പാളികളായിട്ട് തിരിക്കുന്നു. ഓക്കെ, ഡിച്ചസ് ലെയർ, കുഴി കുഴിച്ചിട്ട് പാളികളായിട്ട്, ഒറ്റയടിക്ക് കുഴി കുത്തി മൂടുകയല്ല ചെയ്യുന്നത്, മറിച്ച് ലെയർ ആയിട്ട് നമ്മൾ ഈ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുന്നു. സോ ഇത് നമുക്ക് എന്താണ്, അറ്റ്മോസ്ഫിയറിന് ദോഷമൊന്നും വരുത്തുന്നില്ലാണ്. നമ്മൾ ചുമ്മാ വലിച്ചെറിയുമ്പോഴാണ് അത് ചിലപ്പോൾ പല മാലിന്യങ്ങൾ അടികളും ചിതറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് പല രീതിയിലും അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സെക്യൂർഡ് ആയിട്ടുള്ള ആളൊഴിഞ്ഞ ഏരിയ നോക്കും. അതായത് ചുറ്റുപാട് വീടുകളൊന്നും ഇല്ലാത്ത, അധികം ജനങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ഒരു പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ കുഴി കുഴിച്ചിട്ട് ലെയർ ആക്കിയിട്ടാണ്, ലെയർ ബേസ് ആണ്. ഒരു കുഴി കുത്തി ഒറ്റയടിക്ക് എല്ലാ വേസ്റ്റും കൂടി എല്ലാം ഇടുന്നത്, മറിച്ച് ലെയർ ബേസ് ആയിട്ടാണ് നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടി സെക്യൂർഡ് ആണ്, വലിയ പ്രശ്നങ്ങളൊന്നും വരുത്തുന്നില്ല. അപ്പൊ 2 ടൈപ്സ് ആണ് ലാൻഡ് ഡിസ്പോസൽ പറഞ്ഞത്, ഓപ്പൺ ഡംപിങ് ആൻഡ് സാനിറ്ററി ലാൻഡ്ഫിൽ. ക്ലിയർ ആണോ? ഈ 2 കാര്യങ്ങൾ മാത്രം ലാൻഡ് ഡിസ്പോസൽ പറയുന്നുള്ളൂ. ഓക്കെ ആണോ? ലാൻഡ് ഡിസ്പോസൽ ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. നോക്കാം ഇനി നെക്സ്റ്റ് അടുത്തൊരു ഡിസ്പോസൽ മെത്തേഡ് കൂടി നോക്കിയിട്ട് ഒന്ന് വായിക്കാം. ഇനർട്ടിസിയേഷൻ മാറിപ്പോകരുത് കേട്ടോ. ഇൻസിനറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിക്കുക അല്ലെങ്കിൽ ദഹിപ്പിക്കുക എന്നുള്ള പ്രോസസ് ആണ്. അടുത്തത് പറയുന്നത് ഇനർട്ടിസിയേഷൻ. ഓക്കെ, ഇനർട്ടിസിയേഷന്റെ മലയാളത്തിൽ എന്താ പറയാ, നിഷ്ക്രിയത്വം എന്ന് പറയും. പ്രോപ്പർ മലയാളത്തിൽ നിഷ്ക്രിയത്വം. ഇനി ഏതെങ്കിലും മലയാളത്തിൽ പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടോ, അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ. ഇനർട്ടിസിയേഷൻ എന്ന് വെച്ചാൽ നിഷ്ക്രിയത്വം എന്നാണ് മെയിൻ പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് മലയാളം വേർഡ് എന്ന് പറയുന്നത്. അതിന് തന്നെ നമുക്ക് ഇനർട്ടിസിയേഷൻ തന്നെയല്ലേ അല്ലെ? നിഷ്ക്രിയത്വം എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടല്ലേ? നോക്കാം എന്താണ് ഇനർട്ടിസിയേഷൻ നോക്കാം. In inertization, to bring down the toxicity of the waste and minimize likely risk. അതായത് നമ്മളുടെ മാലിന്യങ്ങളുടെ ടോക്സിറ്റി മിനിമൈസ് ചെയ്യാൻ. ടോക്സിറ്റി എന്ന് വെച്ചാൽ മാലിന്യത്തിന്റെ വിഷാംശം അല്ലെ, മാലിന്യങ്ങളിൽ എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ട്, എത്രത്തോളം വിഷാംശം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. സോ ആ ഒരു മിനിമൈസ് ചെയ്യാൻ, ആ വിഷാംശത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇനർട്ടിസിയേഷൻ അല്ലെങ്കിൽ നിഷ്ക്രിയത്വം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് സിമെന്റ് ഓർ അനദർ ഇനർട്ട് മെറ്റീരിയൽ. അപ്പോ ഈ ഒരു നമ്മൾ ഈ എന്താ പറയാ, ഇപ്പോ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിന്റെ ഒരു ഇപ്പൊ ഏതെങ്കിലും രാസപദാർത്ഥം ഉപയോഗിക്കുമ്പോൾ അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇനർട്ട് മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന തരത്തിലുള്ള മറ്റു മെറ്റീരിയൽസ് ഉപയോഗിക്കാവുന്ന. ഇപ്പൊ നമ്മൾ സിമെന്റ് ചേർത്ത് ചിലപ്പോൾ കാഠിന്യം കുറയ്ക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ കുമ്മായം കേട്ടിട്ടുണ്ടോ മലയാളത്തില്? കുമ്മായൊക്കെ നമ്മൾ മിക്സ് ചെയ്യും, മിശ്രിതമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കുന്ന, അതായത് അങ്ങനെ ചേർക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് കേൾക്കാത്തതുണ്ടോന്ന് അറിയില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോ സിമെന്റും അങ്ങനെയൊക്കെ കുമ്മായം അങ്ങനെയുള്ള ഐറ്റംസ് ചേർക്കുമ്പോൾ ഈ വേസ്റ്റിന്റെ വിഷാംശം കുറയും, ടോക്സിറ്റി കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സിമെന്റും മറ്റു മെറ്റീരിയൽസ് അവിടെ ഉപയോഗിക്കുന്നത്. Then around 30 to 40% of cement is blended with the waste. ഏകദേശം ഒരു 30 അല്ലെങ്കിൽ 40% നമുക്ക്
ഈ വേസ്റ്റിന്റെ ഒപ്പം ബ്ലെൻഡ് ചെയ്യാം, മിക്സ് ചെയ്തിടാം, സിമെന്റ് മിക്സ് ചെയ്ത് ചേർക്കാം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ട്രീറ്റിംഗ് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് ഫോർ ഇൻസിനറേഷൻ ashes having high metal content. അതായത് ഇത് നമുക്ക് കൂടുതലും ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിനൊക്കെ ഉപയോഗിക്കാവുന്ന, ഫാർമസിയിൽ ഉപയോഗിക്കുന്ന മറ്റു രാസപദാർത്ഥങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ നമുക്ക് ഈ സിമെന്റ് മിശ്രിതമൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉയർന്ന ലോഹങ്ങൾ, ഇപ്പോ ഭയങ്കര ഉയർന്ന ഇൻസിനറേഷൻ മെറ്റൽ കണ്ടന്റ് ഒക്കെ നമ്മൾ കത്തിക്കുമ്പോഴും മറ്റും നമുക്ക് ഇങ്ങനെയുള്ളൊരു ഒരു കത്തിക്കുമ്പോഴും അതിന്റെ ഒരു കെമിക്കൽ ആണല്ലോ. സോ അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇങ്ങനെ ഒരു സിമെന്റോ മറ്റേതെങ്കിലും വസ്തുക്കളും കൂടി ഒരു 30% മിക്സ് ചെയ്തിട്ട് ചേർക്കാം. അപ്പൊ അതിന്റെ ആ ഒരു കാഠിന്യം കുറയും, വിഷാംശം കുറയും. ഓക്കെ, വായിച്ചു നോക്കാം. ലാൻഡ് ഡിസ്പോസൽ ആൻഡ് ഇനർട്ടിസിയേഷൻ വായിച്ചു നോക്കാം കേട്ടോ, രണ്ട് മെത്തേഡുകൾ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇപ്പൊ നമ്മള് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ് നോക്കി. എന്തൊക്കെയായിരുന്നു? ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ് റേഡിയേഷൻ, കെമിക്കൽ മെത്തേഡ്സ്, പ്ലാസ്മ പൈറോളിസിസ്, ലാൻഡ് ഡിസ്പോസൽ ആൻഡ് ഇനർട്ടിസിയേഷൻ. അപ്പൊ ഈ മെത്തേഡുകളാണ് നമ്മൾ വേസ്റ്റുകളെ ഡിസ്പോസൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓരോ വേസ്റ്റുകളും ഉപയോഗിക്കുന്ന ഡിസ്പോസൽ മെത്തേഡ് വ്യത്യസ്തങ്ങളായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് നമ്മളുടെ ടേബിളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേബിളിൽ നിന്നും തന്നെ നിങ്ങൾക്ക് ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പല രീതിയിലും ഈ ടേബിളിനുള്ളിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രീവിയസിൽ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. സോ നമ്മളിത് കമ്പൽസറി ആയിട്ടും എല്ലാവരും തന്നെ പഠിച്ചിരിക്കണം. ടേബിൾ ഞാൻ എടുക്കുന്നതിനോടൊപ്പം എന്റെ ഒപ്പം തന്നെ നിങ്ങളും പഠിച്ചു പോണം. ഓക്കെ, ഓക്കെ ആണോ? ദെൻ നോക്കാം. അപ്പോ ടേബിളിൽ പറയുന്നത് വേസ്റ്റ് കാറ്റഗറി, ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ദെൻ ടൈപ്പ് ഓഫ് വേസ്റ്റ്, ഓരോ കാറ്റഗറിയിലും ഉൾപ്പെടുന്ന വേസ്റ്റ് ഏതാണ്. ദെൻ കളർ, ടൈപ്പ് ഓഫ് കണ്ടെയ്നർ, ഏത് കളറിലുള്ള കണ്ടെയ്നറിലാണ് നമ്മൾ ആ വേസ്റ്റ് നിക്ഷേപിക്കുന്നത്. ദെൻ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്, ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു വേസ്റ്റിനെ ഡിസ്പോസൽ ചെയ്യേണ്ടത്. നമ്മളിപ്പോ പഠിച്ചില്ലേ ഡിസ്പോസൽ മെത്തേഡ്, അതിന് ഏത് മെത്തേഡാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ വേസ്റ്റ് കാറ്റഗറി നമുക്ക് ആദ്യം ജസ്റ്റ് ആ പേരുകളൊന്നും പറഞ്ഞു നോക്കാം. വേസ്റ്റ് കാറ്റഗറി, കാറ്റഗറി 1 പറയുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. ദെൻ കാറ്റഗറി 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ്. കാറ്റഗറി 3 മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. കാറ്റഗറി 4 വേസ്റ്റ് ഷാർപ്പ്. Then category 5 discarded medicine and cytotoxic drugs. Category 6 solid waste. Category 7 solid waste. Category 8 liquid waste. Category 9 incineration ash. Then category 10 chemical waste. ഇങ്ങനെയുള്ള 10 ടൈപ്പ് വേസ്റ്റുകളെയാണ് നമ്മൾ കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യം നിങ്ങളൊന്ന് പേരുകൾ മാത്രം പെട്ടെന്ന് വായിച്ചു നോക്കി. 10
കാറ്റഗറി നമ്പർ അനുസരിച്ച് പഠിക്കണം. കാറ്റഗറി നമ്പർ 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ, 2 അനിമൽ വേസ്റ്റ്. കറക്റ്റ് അതാത് കാറ്റഗറി പേരും മാറിപ്പോകരുത്. ഓക്കെ, എക്സാമിന് ചോദിക്കും. ചിലപ്പോ പേര് തന്നിട്ട് കാറ്റഗറി ഏതാണെന്ന് ചോദിക്കാം, കാറ്റഗറി തന്നിട്ട് ചിലപ്പോ ആ വേസ്റ്റിന്റെ പേര് ചോദിക്കാം. ഓക്കെ, വായിച്ചു നോക്കാം. പേര് മാത്രം ഒന്ന് വായിച്ചു നോക്കാം. ഒരു 3 ടൈംസ് ഒന്ന് വായിക്കണം കേട്ടോ. 3 ടൈംസ് വായിക്കാം. എന്തിനാണ് വായിക്കുന്നതെന്ന് ഞാൻ പിന്നീട് പറയാം. 3 ടൈംസ് വായിച്ചു നോക്കാം. ഓക്കെ, 3 ടൈംസ് വായിച്ചു എല്ലാവരും, കാറ്റഗറിയും അതിന്റെ പേരും. ഓക്കെ, എന്തിനാ 3 ടൈംസ് ഞാൻ വായിപ്പിച്ചത്? ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് മീൻസ് ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ 10 കാറ്റഗറി കാണാതെ മാക്സിമം പറ്റുന്ന എല്ലാവരും പറഞ്ഞു കേൾപ്പിക്കാൻ ടൈമില്ല എങ്കിലും മാക്സിമം പറ്റുന്ന പോലെ കുറച്ച് പേരെങ്കിലും പറഞ്ഞു കേൾപ്പിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? മാക്സിമം ഞാൻ നമ്മൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും അല്ലെ ഒരു എന്താ പറയാ ഒരു ചലഞ്ച് ആയിട്ട് എടുത്തോളൂ. തെറ്റിപ്പോണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് അന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ? നിങ്ങൾ ഇന്ന് തന്നെ ക്ലാസ്സിൽ ഇത് പഠിച്ചെടുക്കണം എല്ലാവരും തന്നെ. ഓക്കെ, പേരുകൾ അറ്റ്ലീസ്റ്റ് പേരുകൾ 10 പഠിച്ചെടുക്കുക ഓർഡർ അനുസരിച്ചിട്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ബാച്ചില് മോർണിംഗ് ബാച്ചിലേക്ക് സ്റ്റുഡൻസ് ഇതുപോലെ ഒത്തിരി പേര് പറഞ്ഞു കേൾപ്പിച്ചിട്ട് അവര്. അപ്പൊ അതുപോലെ നിങ്ങളും ട്രൈ ചെയ്യണം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോക്കാം. പിന്നെ നമുക്ക് ഇനി ഓരോ കാറ്റഗറിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ കാറ്റഗറി 1. കാറ്റഗറി 1 എന്താണെന്ന് നോക്കാം. ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് അല്ലെ, മനുഷ്യ ശരീരത്തിന്റെ മാലിന്യങ്ങളൊക്കെയാണ്. അപ്പോ ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ബോഡി പാർട്സ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴേ ആ ഡാർക്കൻ ചെയ്തിരിക്കുന്ന പേരുകൾ മാത്രം പഠിക്കാം. then അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ, കുഴപ്പമില്ലല്ലോ. ഡാർക്കൻ ചെയ്തിരിക്കുന്നതാണ് കാറ്റഗറിയിൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ? കാറ്റഗറി 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ, അത്രയും മതി. 2 എന്ന് പറയുന്നത് അനിമൽ വേസ്റ്റ്. അനിമൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോ കാറ്റഗറി 1 നോക്കാം. ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻ, ബോഡി പാർട്സ്. then അത് നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ്. യെല്ലോ കളറുള്ള പ്ലാസ്റ്റിക് ബാഗിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ഇനി ഈ ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റിന്റെ ഡിസ്പോസൽ രീതി എന്ന് പറയുന്നത് ഇൻസിനറേഷൻ ഓർ ഡീപ് ബ്യൂരിയൽ. നമ്മൾ ദഹിപ്പിക്കുക അല്ലെങ്കിൽ ഡീപ്പായിട്ട് കത്തിച്ചു കളയുക, കത്തിക്കുന്ന ഒരു പ്രോസസ്സ്. ഇൻസിനറേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചില്ലേ? then കാറ്റഗറി 2 നോക്കാം. കാറ്റഗറി 2 പറയുന്നത് അനിമൽ വേസ്റ്റ് ആണ് കാറ്റഗറി 2 ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി അനിമൽ വേസ്റ്റിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്? അനിമൽ ടിഷ്യൂസ്, ഓർഗൻസ്, അനിമലിന്റെ ഓർഗൻസ്, ടിഷ്യൂസ്, ബോഡി പാർട്സ്, കാർക്കേസസ്. കാർക്കേസസ് എന്ന് വെച്ചാൽ അനിമൽസിന്റെ മൃതശരീരം, ജീർണിച്ച അവശിഷ്ടങ്ങള്. ബ്ലീഡിംഗ് പാർട്സ്, അതുപോലെ ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് എക്സ്പെരിമെന്റൽ അനിമൽ യൂസ്ഡ് റിസർച്ച്. റിസർച്ചിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ അനിമൽസിന്റെ ബോഡിയൊക്കെ നമ്മൾ എന്തെങ്കിലും പരീക്ഷണങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറ്ററിനറി ഹോസ്പിറ്റൽ, അനിമൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റുകള്. കോളേജസ്, ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജസ്, ഡിസ്ചാർജസിൽ നിന്നുള്ള വേസ്റ്റുകൾ, വെറ്ററിനറി ഹോസ്പിറ്റലിൽ നിന്നൊക്കെയുള്ള അണുക്കള്, വേസ്റ്റുകൾ. ഇതൊക്കെയാണ് അനിമൽ വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
പേര് മാത്രം കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഉള്ളിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് വായിക്കുക. ദെൻ വീണ്ടും നമ്മള് കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് അനിമൽ വേസ്റ്റ്. അപ്പോ ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റും അനിമൽ വേസ്റ്റും സെയിം യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെയാണ്. ദെൻ ഡിസ്പോസൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതും ഇൻസിനറേഷനും ഡീപ് ബ്യൂരിയൽ, ദഹിപ്പിക്കുക അല്ലെങ്കിൽ വലിയ അളവിൽ കത്തിക്കുക എന്നുള്ള മീനിങ് തന്നെ. ദെൻ കാറ്റഗറി 3 നോക്കുമ്പോൾ മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. കാറ്റഗറി 3 ടൈപ്പ് എന്ന് പറയുന്നത് മൈക്രോബയോളജി, ദെൻ ബയോടെക്നോളജി വേസ്റ്റ്. നോക്കാം. വേസ്റ്റ് ഫ്രം ലബോറട്ടറി കൾച്ചേഴ്സ്, സ്പെസിമെൻസ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ യൂറിൻ അങ്ങനെയുള്ള ഫ്ലൂയിഡും യൂറിനും ബ്ലഡും അങ്ങനെയുള്ള സാമ്പിൾസുകള്, സ്റ്റോക്സ് ഓർ സ്പെസിമെൻസ് ഓഫ് ലൈവ് മൈക്രോ ഓർഗാനിസം, ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ്, ഹ്യൂമൻ ആൻഡ് അനിമൽ സെൽ, cultures used in research and infectious agent from research and industrial laboratories. ലബോറട്ടറിയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന കൾച്ചേഴ്സുകളും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ആയിട്ടുള്ള വസ്തുക്കൾ. Then biological production by produce waste, toxins and devices utilized to transfer cultures. അതായത് കൈമാറ്റം ചെയ്യപ്പെടുന്ന കൾച്ചേഴ്സുകൾ, ഈ സ്പെസിമെൻസുകൾ തന്നെ ജൈവ മാലിന്യങ്ങളും മറ്റും നമ്മളിപ്പോ സ്പെസിമെനൊക്കെ നമ്മൾ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമല്ലോ ടെസ്റ്റ് ചെയ്യാനൊക്കെ, അങ്ങനെയുള്ള വസ്തുക്കൾ. ദെൻ നമ്മൾ അത് നിക്ഷേപിക്കുന്ന കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ട് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്, രണ്ടിലും നിക്ഷേപിക്കാം. യെല്ലോയിലും നിക്ഷേപിക്കാം, റെഡിലും നിക്ഷേപിക്കാം. ദെൻ ഇത് നമ്മൾ അതിന്റെ ഡിസ്പോസൽ മെത്തേഡ് കാറ്റഗറി 3 മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റിന്റെ ഡിസ്പോസൽ ചെയ്യുന്നത് ലോക്കൽ ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവിംഗ് ഓർ ഇൻസിനറേഷൻ. ഒന്നില്ലെങ്കിൽ മൈക്രോവേവിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ലോക്കൽ ഓട്ടോക്ലേവിംഗ്, അതായത് സ്റ്റെറിലൈസ്, നീരാവിയിലൊക്കെ നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക. ദെൻ ഇൻസിനറേഷൻ, ഒന്നില്ലെങ്കിൽ കത്തിച്ചു കളയാം. 3 ഡിസ്പോസൽ മെത്തേഡും നമുക്കിവിടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് 3 കാറ്റഗറിയാണ് നമ്മൾ നോക്കിയത്. 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്, യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ നിക്ഷേപിക്കുക. ഡിസ്പോസൽ ചെയ്യുന്നത് incineration, deep burial. Category 2 animal waste, yellow plastic bag, incineration or deep burial. Then category 3 microbiology, biotechnology waste, yellow or red plastic bag, autoclaving ചെയ്യാം, microwaving ചെയ്യാം, incineration. Okay, clear ആണോ? അങ്ങനെ പഠിക്കാം. ഉള്ളിലുള്ളത് കുഴപ്പമില്ല, വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാണ് നമ്മൾ വരുന്നതെന്ന്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, 3 വായിക്കാം, 3 കാറ്റഗറി വായിക്കാം. വായിക്കുന്നതിനോടൊപ്പം തന്നെ മാക്സിമം പഠിച്ചെടുക്കാനും ശ്രമിക്കാം. ഓക്കെ, വായിച്ചു നോക്കിക്കോളും. ഓരോന്നും 2 പ്രാവശ്യം വെച്ച് വായിക്കാം. ഈ 2 പ്രാവശ്യം വെച്ച് വായിക്കുമ്പോഴും പഠിക്കണം. ഓക്കെ, നമുക്ക് ഇന്ന് തന്നെ ടേബിൾ പഠിച്ചെടുക്കണം. ഓക്കെ, ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, വായിച്ചു നോക്കിക്കോളും.
കംപ്ലീറ്റ് ചെയ്തോ? ഓരോന്നും 2 പ്രാവശ്യം വെച്ച് വായിക്കണം കേട്ടോ, എങ്കിൽ അത് പഠിക്കാൻ പറ്റുള്ളൂ. പഠിച്ചോ? വായിച്ചിട്ട് 3 കാറ്റഗറി ഓക്കെ ആണോ? പഠിച്ചെല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് കാറ്റഗറി 4 നോക്കാം. കാറ്റഗറി 4 വേസ്റ്റ് ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണ്? നീഡിൽസ്, സിറഞ്ച്, needles and scissors, scalpels, blades, glass, etc. That might lead to punctures and wounds. This applies to both used and unused sharps. അല്ലേ? അപ്പൊ ഷാർപ്പ് വേസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? നീഡിൽ, സിറഞ്ച്, സ്കാൽപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എവിടെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഉപയോഗിക്കുകയെ, അതായത് നമ്മളിപ്പോ ഡ്രസ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്, ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അതുപോലെ ബ്ലേഡ്സ്, ഗ്ലാസ് എക്സെട്ര, പൊട്ടിയിട്ടുള്ള ഗ്ലാസിന്റെ അവശിഷ്ടങ്ങളും മറ്റും. Then that might lead to punctures and wounds. Wounds എന്ന് വെച്ചാൽ മുറിവുകളും കുത്തേറ്റാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ട്, അല്ലെ? ഈ ഷാർപ്പ് വേസ്റ്റുകൾ കൊണ്ട് നമ്മുടെ കയ്യിലൊക്കെ കുത്ത് സംഭവിക്കാനോ അല്ലെങ്കിൽ മുറിവുകൾ ഏൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് ബോത്ത് നമ്മൾ യൂസ് ചെയ്തതാവാം, യൂസ് ചെയ്യാത്ത ഷാർപ്പുകളാവാം. Then ഇത് നമ്മൾ നിക്ഷേപിക്കേണ്ട കണ്ടെയ്നറിന്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലൂസന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ. അതായത് ഒന്നില്ലെങ്കിൽ ബ്ലൂ ആകാം, അല്ലെങ്കിൽ വൈറ്റ് കളറിലായ ട്രാൻസ്ലൂസന്റ് മീൻസ് അതായത് കട്ടിയുള്ള മീൻസ് പഞ്ചർ പ്രൂഫ്. ഷാർപ്പ് വേസ്റ്റ് ഒക്കെ ആണല്ലോ, അത് തുളഞ്ഞ് പുറത്തോട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല പ്രൂഫ് ആയിട്ടുള്ള മീൻസ് കട്ടിയുള്ള കണ്ടെയ്നറുകളായിരിക്കണം. തുളഞ്ഞ് പുറത്തേക്ക് പോകാനൊന്നും പാടില്ല. ഓക്കെ. എന്തെങ്കിലും നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിൻഫെക്ടിങ് ചെയ്യാം. അതായത് കെമിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞില്ലേ, ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ ലൈൻ ഉപയോഗിച്ചിട്ട് ഡിസിൻഫെക്ടിങ് ചെയ്യാം. ഓട്ടോക്ലേവിംഗ് ചെയ്യാം. മൈക്രോവേവിംഗ് ആൻഡ് മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ്. ഷ്രെഡിങ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിനെ കീറി മുറിച്ച് നശിപ്പിച്ച് കളയുക. മ്യൂട്ടിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനവിടെ എന്താ പറയാ, നശിപ്പിച്ച് കളയുക, ഡിസ്ട്രോയ് ചെയ്ത് കളയുക. ഓക്കെ. കാറ്റഗറി 4 ഷാർപ്പ് വേസ്റ്റ് ആണ്. ബ്ലൂ ഓർ വൈറ്റ് ആണ് കളർ കോഡ്. Then disposal method disinfecting ചെയ്യാം, ഓട്ടോക്ലേവ്, മൈക്രോവേവിംഗ്, മ്യൂട്ടിലേഷൻ, then shredding. Okay. Then ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കാറ്റഗറി 5. കാറ്റഗറി 5 ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസ്പോസൽ എന്നൂടെ പറയണോ? ഒന്നില്ലെങ്കിൽ ഡിസിൻഫെക്ടിങ് ചെയ്യാവുന്ന നമ്മൾ കെമിക്കൽ സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അണുനശീകരണം ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് ചെയ്യാം. ഓട്ടോക്ലേവ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം. ഓർ മൈക്രോവേവ് ചെയ്യാം. നമ്മൾ മൈക്രോവേവിലൂടെ അണുക്കളെ പാത്തോജൻസിനെ നശിപ്പിച്ച് കളയാം. മ്യൂട്ടിലേഷൻ എന്ന് വെച്ചാൽ ആ വസ്തുവിനെ അങ്ങനെ നശിപ്പിച്ച് കളയുക. ഷ്രെഡിങ് കീറി മുറിക്കുകയാണ്. ഈ വേസ്റ്റുകളൊക്കെ നമ്മൾ കത്തിച്ച് നമ്മൾ കട്ട് ചെയ്ത് കീറി മുറിച്ചതോടെ നശിപ്പിച്ച് കളയുക. ഓക്കെ. ഡിസ്പോസൽ മെത്തേഡ് കുറച്ചധികം ഉണ്ട് കേട്ടോ, ഒന്ന് ഓർത്തിരിക്കണം ഏതൊക്കെയാണെന്ന്. ഓക്കെ, ക്ലിയർ ആണോ? Then category 5 നോക്കാം. കാറ്റഗറി 5 പറയുന്നത് discarded medicine and cytotoxic drugs. discarded medicine അല്ലേ? നമുക്കറിയാം നമ്മുടെ ഫാർമസിയിൽ നിന്നുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസും വാക്സിൻസ് ഒക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വേസ്റ്റ് മേക്കപ്പ് ഓഫ് വേസ്റ്റ് കണ്ടാമിനേറ്റഡ് ആൻഡ് ഔട്ട് ഓഫ് ഡേറ്റ് മെഡിസിൻസ്, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ. Then ഇത് നിക്ഷേപിക്കുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് കളറിലെ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ റെഡ് കളറിലെ കണ്ടെയ്നറിലോ ആണ് നമ്മൾ ഈ ഡിസ്കാർഡഡ് മെഡിസിൻ കാറ്റഗറി 5 നിക്ഷേപിക്കുന്നത്. Then അതിന്റെ ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡ് നോക്കാം. ഇൻസിനറേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ്ഫിൽ. ഒന്നില്ലെങ്കിൽ ഇതിനെ കത്തിച്ചു കളയാം, അല്ലെ? ഇൻസിനറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മള് ലാൻഡ്ഫിൽ ചെയ്യാം. അതായത് കുഴിച്ചു മൂടുകയെന്ന് പറയുമല്ലോ, സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ലെയറുകളായിട്ട് സാനിറ്ററി ലാൻഡ്ഫിൽ ചെയ്യാം. ഓക്കെ, 2 രീതിയാണ് ഇൻസിനറേഷൻ ഓർ ലാൻഡ്ഫിൽ. Then വായിച്ചു നോക്കാം കാറ്റഗറി 4 ആൻഡ് കാറ്റഗറി 5. 2 times വായിക്കണം, എങ്കിലും അത് പഠിക്കുള്ളൂ. ഓക്കെ, വായിച്ചു നോക്കാം.
രണ്ട് പ്രാവശ്യം വായിക്കണം കേട്ടോ. പേരുകൾ മാത്രം നോക്കുക. Category 4 waste sharper, then color code blue and white, then disposal disinfecting, then autoclaving microwaving mutilation shredding. Category 5 discarded medicine and cytotic drugs, color code black or red plastic bag. Then disposal method incineration, destruction, drugs, disposal in secured landfill, incineration or landfill. ആ ഒരു രീതിയിൽ പഠിക്കട്ടോ. ബാക്കി ഉള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ് അല്ലെ. അപ്പൊ പഠിക്കുമ്പോ ഇങ്ങനെ ഒറ്റയടിക്ക് പഠിച്ചു പോകാം കേട്ടോ. ചെയ്തോ? പഠിച്ചോ? Category 4 and Category 5 വായിക്കണോ? ഓക്കെ, കണ്ടിന്യൂ, വായിച്ചോളൂ. Category 5 ആണോ? Category 5 എന്ന് പറയുന്നത് ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോട്ടിക്സ് ഡ്രഗ്സ്, അതായത് വിഷാംശമായിട്ടുള്ള ഡ്രഗ്സുകൾ, അതായത് മെഡിസിൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഡിസ്കാർഡഡ് മെഡിസിൻസ് അതായത് നമ്മൾ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസുകൾ, ഫാർമസിയിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസുകളൊക്കെയാണ് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അത് നിക്ഷേപിക്കുന്നത് ബ്ലാക്ക് കളറിലാകാം അല്ലെങ്കിൽ റെഡ് കളറിലെ പ്ലാസ്റ്റിക് ബാഗുകളിലാണ്. ദെൻ അതിനെ നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ കത്തിച്ച് കളയാം അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് ലാൻഡ് ഫില്ല് ചെയ്യാം. അത്രേ ഉള്ളൂ അതില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് കാറ്റഗറി 6 ആണ് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കി, ഐറ്റംസ് പൊല്യൂട്ടഡ് വിത്ത് bodily fluids include cotton, bandage, soiled plaster cast, linen, buds and blood contaminated items. അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡും അതുപോലെ ബ്ലഡ് ഒക്കെ കലർന്നിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? കോട്ടൺ, ബാൻഡേജ്, പ്ലാസ്റ്റർ, ലിനൻ, പേഷ്യന്റ് ഉപയോഗിക്കുന്ന ആ തുണികളും മറ്റും, ഇതൊക്കെയാണ് സോളിഡ് ഐറ്റംസ് വേസ്റ്റിൽ വരുന്നത്. ദെൻ നമ്മളിത് നിക്ഷേപിക്കുന്നത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക്, ഒന്നില്ലെങ്കിൽ യെല്ലോയിൽ വെക്കാം അല്ലെങ്കിൽ റെഡ് കളറിലെ കണ്ടെയ്നറിൽ നിക്ഷേപിക്കാം. ദെൻ ഇനി അതിന്റെ ഡിസ്പോസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ് ആൻഡ് മൈക്രോവേവിംഗ്. ഇത് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി നേരത്തെ എടുത്തത്. ഓക്കെ, ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ് ആൻഡ് മൈക്രോവേവിംഗ്. ദെൻ
കാറ്റഗറി 7. എന്താണ് കാറ്റഗറി 7? സോളിഡ് വേസ്റ്റ് അല്ലേ? സോളിഡ് വേസ്റ്റ് ആണ്. മാറിപ്പോകരുത് കേട്ടോ, ഇത് സോളിഡ് ആണ്. നെക്സ്റ്റ് സോളിഡ്. ഓക്കെ, പറഞ്ഞത് പഠിക്കണം നിങ്ങള്. ഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ അത് മാറിപ്പോകില്ല. 6 സോയിൽഡ്, 7 സോളിഡ്. ഓക്കെ, പറഞ്ഞു പഠിക്കുമ്പോൾ ശരിയായിക്കോളൂ കേട്ടോ, മാറിപ്പോകില്ല. സോളിഡ് വേസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പോസബിൾ പ്രൊഡക്ട്സ്. നമ്മൾ ഡിസ്പോസിബിൾ ആയിട്ട് ഉപേക്ഷിക്കുന്ന പ്രൊഡക്ട്സുകൾ എന്തൊക്കെയാണ്? ഷാർപ്പ് വേസ്റ്റ് ഇൻക്ലൂഡിങ് ട്യൂബിങ്, അതുപോലെ തന്നെ കത്തീറ്റേഴ്സ്, ഇൻട്രാവീനിയസ്, നമ്മൾ ഫിനിഷിംഗിന് ഉപയോഗിക്കുന്ന ട്യൂബ്, കത്തീഡ്രൽ, അതുപോലെ തന്നെ എന്താണ് IV, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ആ ഉപയോഗിച്ച സാധനമൊക്കെ ഒരു വലിച്ചു മാറ്റി കളയുള്ളൂ. അങ്ങനെയുള്ള ഐറ്റംസുകളാണ് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി 7. നമ്മൾ നിക്ഷേപിക്കുന്നത് റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും. ഇനി നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഡിസിൻഫെക്ടിങ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യാം, ഓർ മൈക്രോവേവിംഗ് ആൻഡ് മ്യൂട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നശിപ്പിക്കുക, അല്ലെങ്കിൽ കീറി മുറിച്ച് കളയുക, അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, ഓട്ടോക്ലേവിംഗ് ചെയ്യാം, ദെൻ മൈക്രോവേവിംഗ് ചെയ്യാം. ഓക്കെ, വായിച്ചു നോക്കി. കാറ്റഗറി 6 ആൻഡ് കാറ്റഗറി 7. 2 കാറ്റഗറി വെച്ചാണ് നമ്മൾ പഠിച്ചു പോകുന്നത് കേട്ടോ. പഠിക്കണം. 6 7 വായിച്ചു നോക്കാം. ഷ്രെഡിംഗ് എന്ന് വെച്ചാലേ കീറി മുറിച്ച് കളയുക. നമ്മൾ നശിപ്പിച്ചു കളയില്ലേ, കട്ട് ചെയ്ത് വലിച്ച് കീറി നശിപ്പിക്കുക എന്ന് പറയുന്നത് മീനിങ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? കാറ്റഗറി 6 ആൻഡ് കാറ്റഗറി 7 പഠിച്ചോ? ഇനി കാറ്റഗറി 8 നോക്കാം. നമുക്ക് ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. കാറ്റഗറി 8 പറയുന്നത് ലിക്വിഡ് വേസ്റ്റ് ആണ്. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ലബോറട്ടറി ആക്ടിവിറ്റീസ് ആസ് വെൽ ആസ് വാഷിംഗ്, ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ടാസ്ക്. ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ ലബോറട്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് ആകാം, അല്ലെങ്കിൽ വാഷിംഗ്, നമ്മൾ കൈ കഴുകുന്നത് മൂലം അങ്ങനെയുള്ള വേസ്റ്റ് ആണ്. ജലം അല്ലെ, മലിനമായിട്ടുള്ള ജലം. ദെൻ ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ്, നമ്മൾ വൃത്തിയാക്കുമ്പോഴും മറ്റുണ്ടാകുന്ന ആ ഒരു അണുനശിനി, മീൻസ് മലിനപ്പെട്ട ജലം, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് ലിക്വിഡിനകത്ത് പറയുന്നത്. ദെൻ ലിക്വിഡ് ആയതിനാൽ തന്നെ അതിന് പ്രത്യേകം കളർ കോഡും കണ്ടെയ്നറും പറയുന്നില്ല. അതിന്റെ ഡിസ്പോസൽ രീതി പറയുന്നത് ഡിസിൻഫെക്ടിങ് ബൈ കെമിക്കൽ ട്രീറ്റ്മെന്റ്. നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഇൻടു ഡ്രെയിൻസ്, ഡ്രെയിനേജിലൂടെ നമുക്ക് ഒഴുക്കി വിടാവുന്ന ഈ മലിനജലത്തെ നമുക്ക് ഡ്രെയിനേജ് വഴി ഒഴുക്കി വിടുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രത്യേകം കണ്ടെയ്നറോ അല്ലെങ്കിൽ കളർ കോഡോ ഒന്നും പറയാത്തത്. ഓക്കെ, കാറ്റഗറി 9 പറയുന്നത് ഇൻസിനറേഷൻ ആഷ്. ഇൻസിനറേഷൻ ആഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചാരം, നമ്മൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചാരം. ആഷ് ഫ്രം ഇൻസിനറേഷൻ ഓഫ് എനി ബയോമെഡിക്കൽ വേസ്റ്റ്. ഏതെങ്കിലും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാരം, ഇതാണ് കാറ്റഗറി 9. ദെൻ അത് നിക്ഷേപിക്കുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ്, ബ്ലാക്ക് കളറിലെ പ്ലാസ്റ്റിക് ബാഗിലാണ് നിക്ഷേപിക്കുന്നത്. ദെൻ ഡിസ്പോസൽ രീതി എന്ന് പറയുന്നത് ഡിസ്പോസൽ മുനിസിപ്പൽ ലാൻഡ്ഫിൽ. മുനിസിപ്പൽ ലാൻഡ്ഫിൽ ആണ്, അതായത് മുനിസിപ്പൽ ഒരു ഏരിയ, ആൾ താമസമൊന്നും ഇല്ലാത്ത ആളൊഴിഞ്ഞ പരിസരത്തേക്ക് നിലനിർത്തുന്നു. ദെൻ ലാസ്റ്റ് വൺ കാറ്റഗറി 10 പറയുന്നത് കെമിക്കൽ വേസ്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്.
chemicals used in manufactures of biological products, chemicals used to clean surfaces, chemicals used as pesticide. ഇപ്പോ കീടനാശിനികൾക്കൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ ക്ലീനിങ് ഏജൻസ് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഫിനോയിൽ അങ്ങനെയുള്ള ഐറ്റംസുകളോ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കെമിക്കൽ മാനുഫാക്ചർ ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ട്സ്, എന്തെങ്കിലും ബയോളജിക്കൽ പ്രൊഡക്ട്സുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ വേസ്റ്റുകൾ. ഓക്കെ, ദെൻ നമ്മളത് നിക്ഷേപിക്കുന്നത് വീണ്ടും ബ്ലാക്ക് കളറിലുള്ള പ്ലാസ്റ്റിക് ബാഗിൽ തന്നെയാണ്. ദെൻ അതിന്റെ ഡിസ്പോസൽ രീതി എന്ന് പറയുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ്, ഡിസ്ചാർജ് ഇൻടു ഡ്രെയിൻസ്, ലിക്വിഡ് ആൻഡ് സെക്യൂർ ലാൻഡ്ഫിൽ ഫോർ സോളിഡ്സ്. ഇവിടെ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ളവയെ ഡ്രൈനേജിലൂടെ ഒഴുക്കി വിടാം. ഇനി സോളിഡ് ഫോംസിലുള്ളവയെ ലാൻഡ്ഫില്ലും ചെയ്യുന്നു. വായിച്ചു നോക്കാം. കാറ്റഗറി 8, 9 and 10 വായിച്ചു നോക്കാം കേട്ടോ. ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 എണ്ണം കൂടി പെട്ടെന്ന് വായിച്ചു നോക്കാം. വായിച്ചതിന് ശേഷം നിങ്ങൾ ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കാം. കാറ്റഗറി നമ്പറും അതുപോലെ തന്നെ ആ കാറ്റഗറിയിൽ പെടുന്ന ടൈപ്പ് ഓഫ് വേസ്റ്റ്. ഓക്കെ, 10ാമത്തെ ആണോ ലാസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നത് കെമിക്കൽ വേസ്റ്റ്. ഒന്നില്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നത്, അതായത് നമ്മൾ ഹൈഡ്രോക്ലോറൈഡോ അങ്ങനെയുള്ള നാശിനികൾ ഉപയോഗിക്കാം. ദെൻ ഡിസ്ചാർജ് ഇൻടു ഡ്രെയിൻസ്, ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഡ്രെയിനേജിലൂടെ ഒഴുക്കി വിടാം. ദെൻ സോളിഡ് ആയിട്ടുള്ളവയാണെങ്കിൽ ലാൻഡ് ഫില്ല് ചെയ്യാവുന്നത്. കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിച്ചു മൂടാം, ലാൻഡ് ഫില്ല് ചെയ്യാം. ലിക്വിഡ് ആയിട്ടുള്ളതിനെ ഒഴുക്കി വിടാം. ഓക്കെ, ദെൻ പെട്ടെന്നൊന്ന് നോക്കാം കേട്ടോ. ടേബിളിലെ കാറ്റഗറിയും പേരുകളും മാത്രം ഒന്ന് നോക്കാം. കാറ്റഗറി നമ്പർ, ദെൻ ടൈപ്പ് ഓഫ് വേസ്റ്റ്. പെട്ടെന്നൊന്ന് നോക്കാം. പറയാനായിട്ട് റെഡി ആയിരിക്കാം. 1-2 പേരെങ്കിലും പറയണം കേട്ടോ, കാരണം നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതൊന്നും പ്രത്യേകം നിങ്ങൾക്ക് സമയം തന്നത്, വായിക്കാൻ 2 പ്രാവശ്യം വായിക്കാന്ന് പറഞ്ഞത് കേട്ടോ. പെട്ടെന്ന് വായിച്ചു നോക്കാം. ഓക്കെ, പറയാൻ റെഡിയാണോ? കുറച്ചുപേരൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് പറയാനായിട്ട് അല്ലേ? കയ്യിലുള്ള ടെക്സ്റ്റ് നോക്കണം കേട്ടോ ആരും. നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ നോക്കി പറയണ്ട. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. ട്രൈ ചെയ്യ എല്ലാവരും. ഓക്കെ, ബുക്കിൽ നോക്കി ആരും പറയണ്ട കേട്ടോ. ഓക്കെ, ഒരു 3 പേരെ കൊണ്ട് പറയാം കേട്ടോ. ലിക്വിഡിന് ബാഗില്ല, ലിക്വിഡ് ആണല്ലോ, അപ്പൊ നമ്മൾ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്, നമ്മൾ അതിനെ ശേഖരിക്കുന്നില്ല. ഓക്കെ, ദെൻ പെട്ടെന്ന് പറഞ്ഞോളൂ. ആരാണ് ഫസ്റ്റ് പറയുന്നത്? അജ്മീർ റെഡിയാണെന്ന് തോന്നുന്നു. അജ്മീർ റെഡിയാണോ? ആരുമില്ല, പെട്ടെന്ന് പറയൂ. ഓക്കെ, അജ്മീർ സ്റ്റാർട്ട് ചെയ്തോളൂ, പറഞ്ഞോളൂ. കാറ്റഗറി നമ്പർ പറയണം, പേര് പറയാം. Category 1 waste, organs,
Okay, Human tissue. anatomical. Then two. 2 animal waste. അഞ്ചുമേ പറയാമോ? കേട്ടില്ല. കുറച്ചുകൂടി സൗണ്ടിൽ ഒന്ന് പറയോ, ക്ലിയർ ആവില്ല. Category 1 human animal waste. Okay, then category 2. Category 2 animal waste. Okay. Category 3 microbiology and biological waste. Biotechnology. Biological waste. Technological waste. Okay, കുഴപ്പമില്ല. 4 waste sharp. Okay. Then 5. 5 discard medicine and Cytotoxic drugs. Okay. cytotoxic drugs. 6. 6 solid waste. Soiled waste. Soiled. Okay. 7. Solid waste. Solid. Okay. Solid. മാറിപ്പോകല്ല കേട്ടോ. Okay. 8. പിന്നെ അടുത്ത ഫോം ഏതാണ്? സോയിഡ് അടുത്തത് ആ ഒരു ഫ്ലോയിൽ തന്നെ പോരട്ടെ. ലിക്വിഡ് വേസ്റ്റ്. ലിക്വിഡ്. ഓക്കെ. പിന്നെ കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ ആണോ? 9 കെമിക്കലിന് മുന്നേ ഏതായിരുന്നു? ഇൻസിനറേഷൻ വേസ്റ്റ്. ഓക്കെ, ഇൻസിനറേഷൻ. ലാസ്റ്റ് വൺ 10 കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ വേസ്റ്റ്. ഓക്കെ, വെരി ഗുഡ് അല്ലേ? നന്നായിട്ട് പറഞ്ഞോ, കുഴപ്പമില്ല. ചെറിയ ചെറിയ കൺഫ്യൂഷൻസ്, ഞാൻ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ എടുത്തു കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, ആളുകൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി ആരെങ്കിലും പറയാൻ റെഡി ആയിട്ടുണ്ടോ? ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോളൂ. പെട്ടെന്ന് പറയണോ കേട്ടോ, ടൈം നമുക്കില്ല. പറഞ്ഞോ. കാറ്റഗറി 1 Human anatomical waste. then 2 Animal waste. 3 Microbiological biotechnological waste. okay 4 Sharp waste. 5 discharged medicine and drugs. okay 6 soiled waste. 7 solid waste. 8 liquid waste. 9 incineration ash. incineration ash. Okay, then last one 10 chemical waste. കെമിക്കൽ വേസ്റ്റ്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും പറയാനായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ വന്നോ? ഇല്ല, എല്ലാവരും പഠിച്ചിട്ടുണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം കേട്ടോ. അപ്പൊ ഇനി ഒരാൾക്കും കൂടി വേണമെങ്കിൽ പറയാം. ഒരാളും കൂടി തയ്യാറാണോ പറയാനായിട്ട്? യെസ് മാം. ഓക്കെ, പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. കാറ്റഗറി 1 ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്, ആനിമൽ വേസ്റ്റ്, then 3 microbiology, biotechnological waste. okay, then 4 5 6 solid waste, 7 liquid waste, 8 liquid, sorry 6 അതിന്റെ ഇടയിൽ 5 ഇട്ട് 5 ഇട്ട് പോയി. ഓക്കെ, 5 ഏതായിരുന്നു? ഡിസ്കാർഡഡ് മെഡിസിൻ ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സ്. പിന്നെ Okay. സോളിഡ് വേസ്റ്റ്, ലിക്വിഡ് വേസ്റ്റ്, ഇൻസിനറേഷൻ ആഷ്, കെമിക്കൽ വേസ്റ്റ്. കെമിക്കൽ വേസ്റ്റ്. ഓക്കെ, അപ്പൊ 3 പേര് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പറയാനുള്ള ടൈം ഇല്ല, കുഴപ്പമില്ലെങ്കിലും എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പഠിച്ചില്ലേ എല്ലാവരും? 10 പേരുകൾ പഠിച്ചില്ലേ? കാറ്റഗറി നമ്പറും പേരും പഠിച്ചല്ലോ എല്ലാവരും? പഠിച്ചോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ബാക്കി കണ്ടിന്യൂഷൻ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.